നമസ്കാരം. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീകൃഷ്ണചരിത മണിപ്രവാളം 4-ാമത്തെ സർഗത്തിലെ 11-ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കളവേണൂരവകളായ നീല കമലാ ചുംബനലംബടോതിരമ്യ അളിപോദൈവാരവിന്ദൻ മധ്യേ രമതാമൈഹ്യതി ദേവകീ കിശോര. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. 4-ാം സർഗത്തിലെ 11-ാമത്തെ ശ്ലോകം. സ്ഫടികത്തിനു തുല്യമാം ശരീരം ചടുലം നീലതുകൂലവും ധരിച്ചു പടുഭാവമിയന്നു മന്ദമന്ദം നടകൊണ്ടാനതരോഹിണീ തനൂജൻ. സ്ഫടികത്തിനു തുല്യമായ വെളുത്ത ശരീരം, മനോഹരമായ നീലപ്പട്ടൊക്കെ ഉടുത്ത്, കാഴ്ചയിൽ ഗംഭീരമായ ഭാവം, ഇങ്ങനെ രോഹിണീപുത്രനും കണ്ണൻ്റെ കൂടെ പതുക്കെ നടന്നിരുന്നു. തരമായ വയസ്യരോടുകൂടി തരുമൂലങ്ങളിൽ നിന്നു കേളിയാടി തരുണാർക്ക സമപ്രകാശകന്മാർ തരസാഗോക്കളെ മേച്ചു സഞ്ചരിച്ചാർ. അവര് മധ്യാഹ്ന സൂര്യൻ്റെ പ്രകാശമുള്ള രാമകൃഷ്ണന്മാർ സമപ്രായക്കാരായ സ്നേഹിതന്മാരുമൊത്ത് മരച്ചുവടുകളിൽ കളിച്ചും പശുക്കളെ മേയിച്ചും രസിച്ചും സന്തോഷത്തോടുകൂടി സഞ്ചരിച്ചു. യമുന ജലപാനമാശു കൃത്വാ ഗമനായാസശമം വരുത്തി നിത്യം കമനീയമതായ കാനനാന്തേ കമലാജാനികളിക്കുമദ്ദശായ. നടത്തം കൊണ്ടുള്ള ക്ഷീണമകറ്റാൻ നിത്യവും യമുനാ നദിയിലെ ജലം കുടിച്ചും പ്രകൃതിരമണീയമായ വനമധ്യത്തിൽ ലക്ഷ്മീമണാളനായ ശ്രീകൃഷ്ണൻ കളിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ശിശുവാകിന കൃഷ്ണനെ ചതിപ്പാൻ പശുവസ്താകൃതി പൂണ്ടു കംസദൂതൻ അസുരാധമനാശു തത്ര ചെന്നാൽ അനുനാശത്തിനു അടുക്കയാലൊരു നാൾ. പശുവസ്താകൃതി, പശുക്കുട്ടിയുടെ രൂപം പൂണ്ട ഒരു അസുരൻ വന്നിട്ട് ബാലനെ വധിക്കുവാനായിട്ട് അടുത്ത് വന്നു. ബാലനായ ശ്രീകൃഷ്ണനെ ചതിച്ചു കൊല്ലുവാനായി കംസൻ നിയോഗിച്ച അസുരാധമൻ വന്നു. പ്രാണഹാനി അടുത്തിരിക്കിയാൽ ഒരു പശുക്കിടാവിൻ്റെ ആകൃതി കൊണ്ടാണ് ആ അസുരൻ വന്നത്. കരുണാകരനങ്ങറിഞ്ഞു വേഗാൽ ചരണം രണ്ടുമുടൻ കരേ ഗൃഹീത്വാ തരുതന്നിലടിച്ചു നിഗ്രഹിച്ചാൻ തരസാദാനവനെ ത്രിലോകനാഥൻ. ഭഗവാൻ കരുണാകരൻ ഇത് മനസ്സിലാക്കി ആ പശുക്കിടാവിനെ അതായത് പശുക്കിടാവായിട്ട് വന്ന അസുരനെ 2 കാലുകളിലും കൂട്ടിപ്പിടിച്ച് ഒരൊറ്റ അടി വൃക്ഷത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ആ അസുരൻ മരിച്ചു. ദിവിദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു ഭുവനാധീശനിലുള്ള ഭക്തിയോടെ നവസുന്ദരനിന്ദിരാമണാളൻ ഭവനം പ്രാപ്യ ഭുജിച്ചു സുപ്തനായി. ആ അവസരത്തിൽ സർവേശ്വരനിലുള്ള ഭക്തിയോടെ ദേവന്മാർ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി വർഷിച്ചു. യുവസുന്ദരനും ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭനുമായ ശ്രീകൃഷ്ണൻ ഭവനത്തിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങി. ഒന്നും അറിയാത്ത പോലെ അസുരനെയും കൊന്ന് ചെന്ന്
ഭവനത്തിൽ പോയിട്ട് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. ദിനനായകനങ്ങുദിച്ച നേരം പുനരുത്തായ കുളിച്ചു വാസുദേവൻ. നനുഭക്ഷണവും കഴിച്ചു മോദാൽ വനയാനത്തിനു കോപ്പുകൂട്ടി. സൂര്യൻ ഉദിച്ച അവസരത്തിൽ വാസുദേവൻ എഴുന്നേറ്റ് കുളിച്ച് ആഹ്ലാദത്തോടുകൂടി ഭക്ഷണവും കഴിച്ച് വനയാത്രയ്ക്ക് ഒരുക്കം കൂട്ടി നിന്നു. പരിചോടു യശോദ താൻ വിളിച്ചങ്ങരികെ ചേർത്തു പുണർന്നു മന്ദം മന്ദം. പുരികൂന്തലഴിച്ചു ഭംഗിയോടെ തരസാ കെട്ടി മുഖാംബുജം മിനുക്കി. യശോദ അടുത്ത് ചെന്ന് അരികെ ചേർത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അളകങ്ങളൊക്കെ മാടി ഒതുക്കി ഭംഗിയോടെ കെട്ടി മുഖമൊക്കെ മിനുക്കി കൊടുത്തുകൊണ്ടിരുന്നു യശോദ. വലയങ്ങളണിഞ്ഞു പാണിയുഗ്മേ പുലിയൻ മോതിരവും ഗളാന്തരാളെ. മണികിങ്ങിണി കാഞ്ചിയും നിതംബേ മണമേറും കുസുമഞ്ജകേശപാശേ. ചരണേ മണിനൂപുരം ധരിപ്പിച്ചരവിന്ദാക്ഷനെയങ്ങു യാത്രയാക്കി. മുസലായുധവേഷവും തദൈവ പ്രസവം ചെയ്തിതു ചിത്തകൗതുകേന. വലയങ്ങളണിഞ്ഞു പാണിയുഗ്മേ പുലിയൻ മോതിരവും ഗളാന്തരാളെ. ഇരു കൈകളിലും വലയങ്ങൾ പറഞ്ഞ വളകളിട്ട് പുലിയൻ മോതിരവും കെട്ടി അരയിൽ മണി കെട്ടി കിങ്ങിണികളോടുകൂടിയ അരഞ്ഞാൺ ചാർത്തി പ്രശസ്തമായ മണമുള്ള പുഷ്പവും മുടിയിൽ തിരുകി കാലിൽ മണിനൂപുരം ധരിപ്പിച്ച് താമരക്കണ്ണനെ അങ്ങ് യശോദാമ്മ യാത്രയാക്കി. ബലരാമനെയും അപ്രകാരം തന്നെ മനസ്സിൽ കൗതുകത്തോടെ അണിയിച്ചൊരുക്കി യാത്രയാക്കി. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. ഇനി 21-ാമത്തെ ശ്ലോകം തൊട്ട് നാളെ ചൊല്ലാം. എല്ലാവരും മണിപ്രവാളം കേൾക്കുക, ഭഗവാന്റെ ലീലകളെല്ലാം മനസ്സിലാക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.